കാപ്പ ഫാർമ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഈ വാക്ക് ഒരുപാട് തവണ കേട്ട് പരിചയമുണ്ടാകും അല്ലേ? കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ. പലപ്പോഴും ഒരു കാപ്പ ഫയൽ ക്ലോസ് ചെയ്താൽ ആശ്വാസമായി ആ പ്രശ്നം അവിടെ തീർന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ സത്യം അതാണോ? ഒരു കാപ്പ ക്ലോസ് ചെയ്യുന്നത് ഒരു അവസാനമല്ല, മറിച്ച് ശരിക്കുമുള്ള കളിയുടെ തുടക്കം മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു നിമിഷം ആലോചിക്കാം. ഒരു കാപ്പ ക്ലോസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആ പ്രശ്നത്തെ വേരോടെ പിഴുതെറിയുകയാണോ, അതോ ഒരു ഡോക്യുമെന്റ് പൂർത്തിയാക്കി ഡെഡ്ലൈൻ മീറ്റ് ചെയ്യുകയാണോ? സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇതിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈ വിശകലനത്തിന്റെ എല്ലാം അടിസ്ഥാനം. അപ്പോ ആദ്യം തന്നെ ഒരു കാര്യം അങ്ങ് ഉറപ്പിക്കാം. കാപ്പ എന്ന പ്രോസസ്സിന്റെ പ്രധാന ലക്ഷ്യം ഒരു ഫയൽ ഭംഗിയായി അടച്ചുവെക്കുക എന്നതല്ല. അതൊരു നടപടിക്രമം മാത്രമാണ്. ഒരു ഡോക്യുമെന്റിൽ ക്ലോസ്ഡ് എന്ന് എഴുതിയതുകൊണ്ട് മാത്രം പ്രശ്നമില്ലാതാകുന്നില്ല. യഥാർത്ഥ ലക്ഷ്യം അതിനും അപ്പുറത്താണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഓഡിറ്റർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അവർ നിങ്ങളുടെ കാപ്പ ഫയൽ എടുത്തു നോക്കുന്നു. അവരെന്തായിരിക്കും ചോദിക്കുക? ഓ, ഇത് കൃത്യസമയത്ത് ക്ലോസ് ചെയ്തല്ലോ, കൊള്ളാം എന്നാണോ? ഒരിക്കലുമല്ല. അവരുടെ ചോദ്യം ഇതായിരിക്കും: ഓക്കെ, നിങ്ങൾ ഇതൊക്കെ ചെയ്തു, പക്ഷെ ഇതുകൊണ്ട് വല്ല ഗുണവുമുണ്ടായോ? ആ പ്രശ്നം ശരിക്കും പരിഹരിക്കപ്പെട്ടോ? കാരണം അവർക്ക് വേണ്ടത് പേപ്പർ വർക്കുകളല്ല, റിസൾട്ടാണ്. ഇവിടെയാണ് ഇഫക്റ്റീവ്നെസ് അഥവാ ഫലപ്രാപ്തി എന്ന വാക്കിന് വലിയ പ്രസക്തി വരുന്നത്. എന്താണ് ഈ ഇഫക്റ്റീവ്നെസ് എന്നു പറഞ്ഞാൽ? ഒരു കാപ്പ ശരിക്കും വിജയിച്ചോ ഇല്ലയോ എന്ന് അളക്കാനുള്ള ഒരു അളവുകോലാണിത്. നമുക്കിതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, കാപ്പ എഫക്റ്റീവ്നെസ്സിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ നടപ്പിലാക്കിയ തിരുത്തൽ നടപടികൾ ആ പ്രശ്നത്തിന്റെ മൂലകാരണത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി എന്ന് ഉറപ്പുവരുത്തണം. രണ്ട്, ഭാവിയിൽ അതേ പ്രശ്നം വീണ്ടും തലപൊക്കില്ല എന്നും ഉറപ്പാക്കണം. അപ്പോ റൂട്ട് കോസ് ഇല്ലാതാക്കണം, പ്രശ്നം വീണ്ടും വരുന്നത് തടയുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും നടന്നാൽ മാത്രമേ ആ കാപ്പ എഫക്റ്റീവായി എന്ന് പറയാൻ പറ്റൂ. ഈ കാണുന്ന രണ്ട് രീതികളും രണ്ടു തരം ചിന്താഗതികളാണ്. ഒന്ന്, എങ്ങനെയെങ്കിലും ഡെഡ്ലൈനിന് മുമ്പ് ഡോക്യുമെന്റ് തീർക്കാനുള്ളൊരു വെപ്രാളം. മറ്റൊന്ന്, പ്രശ്നം ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിലുള്ള ഒരു ശ്രദ്ധ. ആദ്യത്തേത് വെറുമൊരു ജോലി തീർക്കലാണ്. എന്നാൽ രണ്ടാമത്തേതാണ് ക്വാളിറ്റി ഉറപ്പുവരുത്തൽ. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഈ ഇഫക്റ്റീവ്നെസ് ചെക്ക് എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞ് അവസാനം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിങ്ങളൊരു കാപ്പ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ വിജയം എങ്ങനെ അളക്കും, എപ്പോഴളക്കും, ആരാണ് അളക്കുന്നത് എന്നൊക്കെ തീരുമാനിച്ചിരിക്കണം. അത് തുടക്കത്തിലെ പ്ലാനിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാവണം. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുക? ഒരു കാപ്പ ശരിക്കും വർക്കായോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില പ്രാക്ടിക്കൽ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, ആ പഴയ പ്രശ്നം വീണ്ടും വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. രണ്ടാമതായി, നിങ്ങൾ ചിലപ്പോൾ പുതിയ SOP ഒക്കെ എഴുതിയുണ്ടാക്കും, പക്ഷേ ആളുകൾ അത് ശരിക്കും പാലിക്കുന്നുണ്ടോ? ഷോപ്പ് ഫ്ലോറിൽ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. അതുപോലെ ജീവനക്കാർക്ക് കൊടുത്ത ട്രെയിനിംഗ് അവർക്ക് ശരിക്കും മനസ്സിലായോ, അത് പ്രയോജനപ്പെട്ടോ എന്നും വിലയിരുത്തണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാപ്പ നടപ്പിലാക്കുന്നതിന് മുൻപുള്ള ഡേറ്റയും ശേഷമുള്ള ഡേറ്റയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുക. എന്തെങ്കിലും നല്ല മാറ്റം കാണുന്നുണ്ടോ? ഒരു കാപ്പ ക്ലോസ് ചെയ്യുന്നതിനു മുൻപുള്ള നമ്മുടെ ഫൈനൽ ചെക്ക് ലിസ്റ്റാണിത്. എല്ലാ ആക്ഷനുകളും പൂർത്തിയായോ? ശരി. അതിനെല്ലാം വേണ്ട തെളിവുകൾ ഫയലിൽ വെച്ചിട്ടുണ്ടോ? ശരി. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എഫക്റ്റീവ്നെസ് വെരിഫൈ ചെയ്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇതും ശരിയാണെങ്കിൽ മാത്രം അവസാനമായി ക്വാളിറ്റി അഷ്വറൻസിന്റെ അംഗീകാരത്തിനായി അയക്കാം. ഇനി നമുക്കൊന്ന് തൊപ്പി മാറ്റിയിടാം. നമ്മളിപ്പോൾ ഒരു ഓഡിറ്ററാണ്. ഒരു കമ്പനിയിൽ ഓഡിറ്റിനു പോകുമ്പോൾ അവരുടെ കാപ്പ ഫയലുകളിൽ നമ്മൾ സാധാരണയായി കാണുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഓഡിറ്റർമാർ ശ്രദ്ധിക്കുന്ന ചില അപകട സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ടേബിളിലെ ഓരോ പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാതെ ഒരു കാപ്പ ക്ലോസ് ചെയ്യുന്നത് നിയമപരമായി വലിയൊരു റിസ്ക്കാണ്. അതുപോലെ തിടുക്കപ്പെട്ട് ആവശ്യത്തിന് സമയം കൊടുക്കാതെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് തെറ്റായിരിക്കും, പ്രശ്നം വീണ്ടും വരാം. ഇനി കാപ്പ ക്ലോസ് ചെയ്തിട്ടും അതേ പ്രശ്നം വീണ്ടും ആവർത്തിച്ചാലോ? അത് നിങ്ങളുടെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം മൊത്തത്തിൽ പരാജയമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അവസാനം നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി എന്ന് പറയുന്നു, പക്ഷെ അത് തെളിയിക്കാൻ ഒരു രേഖയുമില്ല. അങ്ങനെയെങ്കിൽ ആ ചെയ്തതിനൊന്നും ഒരു വിലയുമില്ല. ഈയൊരു വാചകം ഇത് നിങ്ങളുടെ മനസ്സിലങ്ങ് പതിഞ്ഞോളണം. റെഗുലേറ്റർമാർ നോക്കുന്നത് കേപ്പയുടെ ഫലമാണ്, അല്ലാതെ അടച്ചുവെച്ച ഡോക്യുമെന്റല്ല. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളുടെയും യഥാർത്ഥ അളവുകോൽ ആ കടലാസിലല്ല,
മറിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റത്തിലാണ്. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം കാതലായ ഭാഗത്തേക്ക് വരികയാണ്. ക്യാപ്പ ക്ലോസ് ചെയ്യുക എന്ന വാക്കിൽ നിന്ന് മാറി അത് പൂർത്തിയാക്കുക എന്ന ചിന്തയിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഡെഡ്ലൈൻ പാലിക്കാൻ വേണ്ടി മാത്രം തിടുക്കപ്പെട്ട ഒരു ക്യാപ്പ ക്ലോസ് ചെയ്യുന്നത് നിങ്ങളുടെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അതായത് QMS, അത്ര ശക്തമല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അതിനർത്ഥം നിങ്ങൾ പ്രശ്നത്തിന്റെ ഉപരിതലത്തിൽ മാത്രം തൊട്ടുപോവുകയാണ്, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ചർച്ച ഇങ്ങനെ ഉപസംഹരിക്കാം. ഒരു ക്യാപ്പ എപ്പോഴാണ് ശരിക്കും പൂർണ്ണമാകുന്നത്? ഒരു ഫയൽ ക്ലോസ് ചെയ്ത് അലമാരയിൽ വെക്കുമ്പോഴല്ല, മറിച്ച് ഏത് പ്രശ്നമാണോ നിങ്ങളെ അലട്ടിയത് ആ പ്രശ്നം പിന്നീട് ഒരിക്കലും ആവർത്തിക്കാതിരിക്കുമ്പോൾ മാത്രമാണ്. അതാണ് യഥാർത്ഥ വിജയം, അതാണ് യഥാർത്ഥ കംപ്ലീഷൻ. ഇനിയൊരു ക്യാപ്പ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അത് ക്ലോസ് ചെയ്യാനല്ല, പൂർത്തിയാക്കാൻ ശ്രമിക്കുക.